ടെഹ്റാനിൽ നടത്തിയ ശക്തമായ ആക്രമണങ്ങളിൽ ഇറാനിലെ ഉന്നത സൈനിക നേതാക്കളെ വധിച്ചതായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നതോടെയാണ് ഇത്തരത്തിൽ പുതിയ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ഇറാനിലെ നിരവധി സൈനിക നേതാക്കളെ വധിച്ച കാര്യം ട്രംപ് വ്യക്തമാക്കിയത്. ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റേത് എന്ന് അവകാശപ്പെടുന്ന 1 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യവും US പ്രസിഡന്റ് പങ്കുവച്ചിട്ടുണ്ട്. ഇറാനെതിരെ വളരെ മോശമായും അവിവേകത്തോടെയും നയിച്ച നിരവധി സൈനിക നേതാക്കൾ, അതായത് ഇറാനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് കാരണക്കാരായ നേതാക്കളെ കൊന്നു എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. എന്തായാലും നിരവധി സൈനിക നേതാക്കളും ടെഹ്റാനിൽ നടന്ന വൻ ആക്രമണത്തോടെ അവസാനിക്കപ്പെട്ടു എന്നതായിരുന്നു വീഡിയോയ്ക്കൊപ്പം ട്രംപ് പങ്കുവച്ച വാക്കുകളും. ആക്രമണത്തിന്റെ ദൃശ്യം പങ്കുവച്ചിട്ടുണ്ട് എങ്കിലും എപ്പോഴാണ് ആക്രമണം നടത്തിയതെന്നോ ആരൊക്കെയാണോ കൊല്ലപ്പെട്ടതോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഇറാന് അന്ത്യശാസനം നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാനിലെ മുതിർന്ന സൈനിക നേതാക്കളെ വധിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് എത്തിയത്. 48 മണിക്കൂറിനുള്ളിൽ അമേരിക്കയുമായി കരാറിലെത്തിയില്ലെങ്കിൽ ഒരു കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ ഇറാനുമേൽ നരകം പെയ്തിറങ്ങും എന്നായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. ഹോർമൂസ് തുറക്കാൻ ഇറാന് നീട്ടി നൽകി, അതായത് ഇറാന് ഒരു സമയപരിധി നൽകിയിരുന്നു ട്രംപ്. അപ്പൊ എന്തായാലും ഹോർമൂസ് തുറക്കാൻ ഇറാന് നീട്ടി നൽകിയ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ട്രംപിന്റെ വക മുന്നറിയിപ്പ് എത്തിയത്. ഇറാൻ വെടിവെച്ചിട്ട US വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടിയ വൈമാനികനായ ഇറാന്റെയും US-ന്റെയും സൈന്യങ്ങൾ തിരച്ചിൽ തുടരവെയാണ് ഈ പ്രസ്താവന എത്തിയത്. എന്തായാലും കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ ബോംബിട്ട് ഇറാനെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്നായിരുന്നു നേരത്തെ ട്രംപിന്റെ ഭീഷണി വന്നത്. അതേസമയം ഇറാനിൽ ഭരണകൂട മാറ്റം എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങിയപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പൈലറ്റിനെ കണ്ടു എന്നുള്ളതിലേക്ക്, അതായത് പുരോഗമിച്ച് ഇത്തരത്തിലൊരു പരിഹാസത്തിലേക്ക് ഇറാൻ മാറുകയും ചെയ്തു. എന്തായാലും ഇറാന്റെ നാവിക വ്യോമസേനകളെ തകർത്ത് തരിപ്പണമാക്കി എന്നും US യുദ്ധം ജയിക്കാനായി എന്നുമായിരുന്നു പ്രസിഡന്റ് നടന്നത്, അതായത് ട്രംപ് പറഞ്ഞു നടന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള കനത്ത പ്രകരം, അതായത് ഈ വീമ്പ് ഇളക്കുന്നതിനിടയിലും ഇറാൻ കനത്ത രീതിയിൽ US നേരെ ആക്രമണം നടത്തിയിരുന്നു. എന്നാലും അതൊന്നും കണ്ട പാടാക്കില്ലായിരുന്നു ട്രംപിനില്ലായിരുന്നു. വിമാനം വെടിവെച്ചിട്ടത് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതിനിടെ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇറാന്റെ പ്രധാന ആണവ നിലയമായ ബുഷ്ഹർ ശനിയാഴ്ച US-ഉം ഇസ്രയേലും ചേർന്ന് ആക്രമിച്ചിരുന്നു. ഇവിടെ ഒരു സൈനികൻ മരിക്കുകയും ചെയ്തു. 198 തൊഴിലാളികളെ ഒഴിപ്പിച്ചു. നിലയത്തെ നിരന്തരം ആക്രമിക്കുന്നതും അണുവികരണം ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് ഇറാനെ മാത്രമല്ല GCC രാഷ്ട്രങ്ങളെയും ജനതയും തകർത്തുകളയും കാര്യം സത്യവുമാണ്. എന്തായാലും കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് അടുത്താണ് ബുഷ്ഹർ. ബഹ്റൈൻ തീരത്ത് ഇസ്രായേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പൽ ആക്രമിച്ചു എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോഡ് പറഞ്ഞു വെക്കുന്നത്. ഖലീഫ് ബിൻ സൽമാൻ തുറമുഖത്തിന് സമീപം വെച്ച് MSSC ഇഷൈഖ് എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാന്റെ ആക്രമണത്തിൽ ബഹ്റൈൻ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിലെ ടൈറൽ ആശുപത്രി തകർന്നു തരിപ്പണമായി. US-ലെ ഗ്യാസ് കോംപ്ലക്സിന് സമീപത്തുണ്ടായ ആക്രമണത്തിൽ ഒരു ഈജിപ്ഷ്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ ഡ്രോൺ നിർവീര്യമാക്കുന്നതിനിടെ അവശിഷ്ടം വീഴുകയും US ടെക് സ്ഥാപനമായ ഒറാക്കിളിലെ ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിലെ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അബുദാബിയിലെ ഇറാന്റെ ഡ്രോൺ അവശിഷ്ടം വീണ് വെള്ളിയാഴ്ച 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഇറാനെതിരെയുള്ള ആക്രമണം നിർത്തിയില്ല എങ്കിൽ 17 US കമ്പനികളുടെ മേഖലയിലെ ഓഫീസുകൾ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനിൽ നിന്നും വെള്ളി, ശനി ദിവസങ്ങൾ ഇസ്രായേലിലേക്കും കനത്ത ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇന്റർസെപ്റ്റർ മിസൈലുകൾ വീണ് വീടുകളും കാറുകൾക്കും കേടുപാടുകൾ പറ്റുകയും ടെൽ അവീവിലെ സൈന്യത്തിന്റെ റേഡിയോ സ്റ്റേഷൻ തകർക്കുകയും ചെയ്തിരുന്നു.